ഇരുളിൽ മറഞ്ഞ വഴികളും വെളിച്ചമായ സൗഹൃദവും. അതിരാവിലെ തന്നെ ഒരു തമിഴ് പ്രാർത്ഥനാഗീതത്തിൻ്റെ മനോഹരമായ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അതിനൊപ്പം തന്നെ മുറ്റത്തെ മരങ്ങളിൽ നിന്ന് പക്ഷികളുടെ കളകൂജനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയും ഭക്തിയും ഒന്നിച്ച ലയമായിരുന്നു ആ പുലർകാലം. തലേ ദിവസത്തെ പരിചയം കൊണ്ട് ആ വീടും പരിസരവും ഇപ്പോൾ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി കഴിഞ്ഞു. രുചികരമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കൃത്യം 9:30 ചുവന്ന ബ്രീസ കാറിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പായും ഈ യാത്രയിൽ പങ്കുചേർന്നു. അപ്പയുടെ സാന്നിധ്യം യാത്രയുടെ സന്തോഷം ഇരട്ടിയാക്കി. ജ്യോതിയായിരുന്നു സാരഥി. സുഖകരമായ ഡ്രൈവിങ്ങും പാട്ടുകളുമായി കാർ മുന്നോട്ട് കുതിച്ചു. ആദ്യത്തെ ലക്ഷ്യം പ്രശസ്തമായ ഹോളി റിഡീമർ ദേവാലയം ആയിരുന്നു. ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അതിൻ്റെ ഗോതിക് ശൈലിയിലുള്ള ഉയർന്ന ഗോപുരങ്ങളാണ്. വെള്ള നിറം അടിച്ച ചുമരുകൾ, വളരെ മനോഹരമായ വാസ്തുവിദ്യയും ശാന്തമായ അന്തരീക്ഷവുമുള്ള ഒരു വലിയ ദേവാലയം. നിശബ്ദതയ്ക്ക് പോലും ഒരു മുഴക്കമുള്ള സ്ഥലം. പള്ളിക്കുള്ളിൽ കയറിയപ്പോൾ വലിയ ഒരു ആത്മീയ ശാന്തത അനുഭവപ്പെട്ടു. അല്പസമയം പ്രാർത്ഥനയോടെ ചിലവഴിച്ചതിനു ശേഷം പള്ളിയിൽ നിന്നുമിറങ്ങി മുന്നോട്ട് പോയപ്പോൾ ഇരുവശങ്ങളിലെയും കാഴ്ചകൾ പാടെ മാറി. റോഡിൻ്റെ ഇരുവശത്തും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വെറും ശൂന്യമായ ഭൂമി. കുറ്റിച്ചെടികൾ മാത്രം, മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. ആ ശൂന്യമായ വഴികളുടെ വന്യമായ ഭംഗി ആസ്വദിച്ചും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. വരണ്ട മണൽ വഴി താണ്ടി വിശ്വാസപുരത്ത് എത്തിയപ്പോൾ മണി 12. ദൂരെ സെയിൻറ്റ് ആൻ്റണിയുടെ ദേവാലയം. ലളിതമായ ഒരു ഗ്രാമീണ പള്ളി, പക്ഷേ അതിൻ്റെ ലാളിത്യത്തിൽ ഒരു ശക്തിയുണ്ട്. ചുറ്റും മണൽ മാത്രം. ഞങ്ങൾ ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഭക്തിനിർഭരമായ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ബലിപീഠത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ നിന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് ഞങ്ങളുടെ പൂർവികർ കാലങ്ങളായി വണങ്ങിപ്പോരുന്ന കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മധ്യസ്ഥൻ. ആ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. അവിടുത്തെ വികാരി പോൾമതിയുടെ സഹോദരനായിരുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈ ദേവാലയത്തിൽ തന്നെ ആയിരുന്നു ഊണും. ഞങ്ങൾ വന്നതറിഞ്ഞ് പോൾമതിയുടെ സഹോദരിയും ഭർത്താവും വന്നു. ഞങ്ങളുടെ തുടർന്നുള്ള യാത്ര ഇവർക്കൊപ്പമായിരുന്നു. മണൽമാതാ പള്ളിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ കടന്നു പോയത് വളരെ വിജനമായ വഴികളിലൂടെയായിരുന്നു. വലിയ തിരക്കുകളോ വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലാത്ത ആ റോഡുകൾ തികച്ചും ശാന്തമായിരുന്നു. മണൽക്കൂനകൾക്കിടയിൽ വെള്ള നിറത്തിലൊരു പള്ളി. ഭൂമിയുടെ അടിയിലാണ് ദേവാലയം. പടികളിറങ്ങി ഞങ്ങൾ താഴേക്ക് ചെന്നു. അമ്മയുടെ രൂപം, മണലിനെ പോലെ ക്ഷമയുള്ള ഒരു മുഖം, കൈനീട്ടി അനുഗ്രഹിക്കുന്നത് പോലെ. കണ്ണെത്താ ദൂരത്തോളം ചുവന്ന മണലും നിറയെ മരങ്ങളും. ജനവാസമില്ലാത്തൊരു ഗ്രാമം, എന്നാൽ തീർത്ഥാടകരുടെ തിരക്കുണ്ട്. ദൈവം പച്ചപ്പിൽ മാത്രമല്ല മണലിലും പൂക്കും. ഈ വരണ്ട നാടിന് ഒരമ്മയെ കൊടുത്തു, മണൽമാതാ എന്ന പേരിൽ. അടുത്ത് തന്നെ പുതുതായി നിർമ്മിച്ച അഡറേഷൻ ചാപ്പൽ, അതും ഭൂഗർഭത്തിലാണ്. പുറത്ത് നല്ല ചൂടാണ് എങ്കിലും വീശിയടിക്കുന്ന കാറ്റിൽ ചൂട് അനുഭവപ്പെടില്ല. പള്ളിയിൽ നിന്നും മണപ്പാടിലേക്ക് പ്രധാന റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ വലിയ കാറ്റാടി യന്ത്രങ്ങൾ നിരനിരയായി നിൽക്കുന്നു. തമിഴ്നാടിൻ്റെ ഈ തീരദേശ മേഖലയിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായതിനാൽ ധാരാളം വിൻഡ് മില്ലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നീലാകാശത്തിന് താഴെ ഈ കൂറ്റൻ കാറ്റാടികൾ കറങ്ങുന്നു. ഈ കാഴ്ച യാത്രയ്ക്ക് നല്ല ഭംഗി നൽകുന്നു. അടുത്തതായി കുലശേഖരപട്ടണം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇവിടെയാണ് ഒരുങ്ങുന്നത്. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാനുള്ള വലിയൊരു പദ്ധതിയാണിത്. മണപ്പാടിനോടടുക്കുമ്പോൾ പരമ്പരാഗതമായ ഒരു തീരദേശ ഗ്രാമം. വഴിയരികിൽ ഓലമേഞ്ഞ കൂരകൾ, അവിടെ ഉണക്കമീനുകൾ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അന്തരീക്ഷത്തിൽ ഉണക്കമീനിൻ്റെ മണവും കടൽക്കാറ്റും നിറഞ്ഞു നിൽക്കുന്നു. ഒരു യഥാർത്ഥ മത്സ്യബന്ധന ഗ്രാമത്തിൻ്റെ ഭാവം.
4 മണിയോടെ ഞങ്ങൾ മണപ്പാട് മാതാ ദേവാലയത്തിലെത്തി. അവർ ലേഡി ഓഫ് സ്നോ ബസിലിക്ക എന്നാണ് ഇതറിയപ്പെടുന്നത്. കടൽ തീരത്തെ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 3 വശവും മനോഹരമായ കടലാണ്. പള്ളിയുടെ മുൻവശത്ത് ഒരു കുരിശുണ്ട്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ നട്ടതാണെന്നാണ് വിശ്വാസം. അതാണ് സേവ്യേഴ്സ് ക്രോസ്. നീലാകാശത്തിനും അറബിക്കടലിനും നടുവിൽ വെള്ളപ്പള്ളി കാണാൻ എന്തു ഭംഗി! ഹോളി ക്രോസ് ചർച്ചിന് തൊട്ട് താഴെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടുകൾക്കിടയിൽ പ്രകൃതിദത്തമായൊരു ഗുഹ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ഫ്രാൻസിസ് സേവ്യർ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്. ഗുഹയുടെ ഏറ്റവും വലിയ അത്ഭുതം അതിനുള്ളിലെ ഒരു ചെറിയ കിണറാണ്. കടലിൽ നിന്നും വെറും 5 മീറ്റർ മാത്രം അകലെയാണ് എങ്കിലും ഈ കിണറിലെ വെള്ളത്തിന് മധുരരുചിയാണ്. ഇതിനുള്ളിൽ ഫ്രാൻസിസ് സേവ്യറുടെ ഒരു ചെറിയ രൂപവും ബലിപീഠവും സ്ഥാപിച്ചിട്ടുണ്ട്. കല്ലും പവിഴപ്പുറ്റുകളും നിറഞ്ഞ ഈ ഗുഹയ്ക്കുള്ളിൽ കയറുമ്പോൾ കടലിൻ്റെ ഇരമ്പലും ശാന്തതയും ഒരുമിച്ച് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ചാപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്. മണപ്പാട് ബീച്ച് പ്രകൃതി ഒരുക്കിയ വലിയൊരു ക്യാൻവാസ് പോലെയാണ്. നീലയും പച്ചയും കലർന്ന തെളിഞ്ഞ കടൽ വെള്ളവും തീരത്തെ ചാരനിറവും കറുപ്പും കലർന്ന മണലും ഈ ബീച്ചിനെ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. മണപ്പാടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. വിജനമായ ഗ്രാമ വഴികളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഘോരമായ ഇരുട്ട് മാത്രം. ഞങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമാണ് ആ ഇരുട്ടിനെ കീറി മുറിച്ച് മുന്നോട്ട് പോയത്. ദൈവം കൂടെയുണ്ട് എങ്കിലും ഇരുട്ട് വെളിച്ചമാകും. യാത്ര മുന്നോട്ട് നീങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അകലെ വെട്ടം കണ്ടു തുടങ്ങി. പട്ടണമായി. ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചു. ഇന്ന് ഡിന്നർ രാജൻ്റെ വീട്ടിലാണ്. 9 മണിയോടുകൂടി ഞങ്ങൾ പാളയംകോട്ടെത്തി. ക്ഷീണമുള്ളത് കാരണം അപ്പ രാജൻ്റെ വീട്ടിലേക്ക് വന്നില്ല. 9:30 ഞങ്ങൾ രാജൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അവർ ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു. സ്വാദിഷ്ടമായ ഡിന്നർ കഴിച്ച് 11 മണിയോടുകൂടി നാളെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്രയായി. നല്ലൊരു ദിനം ഞങ്ങൾക്ക് തന്ന് കൃപയോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച ദൈവത്തിന് ഏറെ നന്ദി. ഇന്നേ ദിവസം ചിട്ടയോടും കൃത്യമായും പ്ലാൻ ചെയ്ത് മനോഹരമായൊരു യാത്ര ഒരുക്കി തന്ന ജ്യോതിക്കും പോൾമതിക്കും, ഞങ്ങൾക്കൊരു തണലായി സഹായകനായി വന്ന അപ്പായിക്കും 1000 നന്ദി.